പഞ്ചായത്തിലുള്ള ഒട്ടുമിക്ക റോഡുകളുടെയും പണി നടന്നുകൊണ്ടിരിക്കട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പണി കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ പണി കിട്ടിയത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. അണ്ണന്മാരെ അടുത്തുനിന്ന് കൈക്കോട്ടിട്ടി അവിടെ അരഞ്ച് പൈപ്പാണ് ഇവിടെ പൊട്ടിയിട്ടുള്ളത്. ലൈനിൽ വെള്ളമുള്ള സമയമായതുകൊണ്ട് തൽക്കാലം നമ്മൾ വാൾ വിട്ട് ഇവിടെ നിർത്തിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് അടുത്ത സൈറ്റിലേക്കാണ്. ഇവിടെ റോഡ് പണി നടക്കട്ടെ. ഇവിടെ JCB നമ്മളെ ക്രോസ് ചെയ്ത പൈപ്പ് മാന്തിയിട്ട് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വാളിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ പൈപ്പ് പൊട്ടിട്ടുള്ളത്. തൽക്കാലം നമ്മളിവിടെ ടോപ്പിട്ട് എടുക്കണം. ഇവിടെ റോഡ് പണി ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ JCB മാന്തി പൈപ്പ് പൊട്ടിയ സമയത്ത് നമ്മൾ ഇങ്ങോട്ടുള്ള ലൈൻ അടിച്ചിരുന്നിട്ടാ. ഏകദേശം 200 കണക്ഷനോളം ഈ ലൈനിലൂടെ പോകുന്നുണ്ട്. നമ്മൾ ഹൈവേൻ്റെ സൈഡിലൂടെയാണ് ഈ ലൈന് പോകേണ്ടത്. 160 പൈപ്പാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അത് തുറന്നു കൊടുക്കുക കേട്ടോ. പഴയ വാട്ടർ അതോറിറ്റിൻ്റെ ലൈനിൽ നമുക്കൊന്നൊരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ ബായിനെ സൈറ്റിലാക്കിയിട്ട് നമ്മൾ നേരെ മീറ്റർ ചെക്കിങ്ങിന് ഇറങ്ങിയിട്ടാ. ഇന്നും അനധികൃതമായിട്ട് വെള്ളം മോഷ്ടിച്ചതിന്, അതായത് മീറ്ററിൻ്റെ അടിയിൽ ഗാന്ധം വെച്ചെടുത്തതിന് നമ്മൾ 2 പേരെ ഇന്നും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളെ നാട്ടിലെ ആറുമട പള്ളിയുടെ പരിസരത്ത് വെച്ച മിനി ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നിട്ടാണ്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫാക്കി ചെയ്യുന്നിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ.